ഹലോ വിഷയം എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വയനാട് സ്റ്റൈലിലുള്ള നമ്മുടെ മാങ്ങാച്ചാർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. പടയാളികൾ മാങ്ങ എറിഞ്ഞ് പറിച്ച് തരാനായിട്ട് വന്ന ടീംസാണ്. വീണ് ഒന്ന് രണ്ട് എന്താ വടി എറിഞ്ഞ് കളയാണോ നീ? ഇതാണ് ഇവിടെ കോമാങ്ങാന്ന് അറിയപ്പെടുന്ന മാങ്ങയാണിത്. ഇതാണ് നമ്മളിവിടെ കച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മൊത്തം നമുക്ക് വീണ മൊത്തം മാങ്ങ മൊത്തം പെറുക്കിയെടുക്കണം. പെറുക്കടേ നമ്മൾ മാങ്ങ പറിക്കാൻ സഹായിച്ച ടീംസാണത്, കുട്ടിപ്പട്ടാളം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള മാങ്ങ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുപ്പിൻ്റെ ഇടുന്നത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള മാങ്ങ മൊത്തം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാറിടാണ്ട് പച്ചമുളക് വേണം. അപ്പോൾ നമ്മൾ ചെയ്ത് അടുക്കള തൊട്ടമുന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മുളക് പറിക്കുന്നത്. മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചൂടാക്കിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇങ്ങനെ ഇടുന്നത്. അതിൽ തന്നെ നമ്മൾ കറിവേപ്പില അത്യാവശ്യം ഒരു പൊടിക്കുന്നൊരു പരുവത്തിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഉലുവയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മിനിറ്റുണ്ടായിരുന്ന ഉലുവയും കടുകും കൂടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വറുത്തെടുക്കണം. ഇതും പൊടിക്കേണ്ട ആവശ്യമുണ്ട്. കറിവേപ്പിലയും ഉലുവയും കടുകും കൂടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 2 ഇത് കൂടി ചെറിയൊരു സ്പൂണിൽ നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റത്തേക്ക്. അതിനുശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണ് നമ്മൾ കടുകും അതേപോലെ 1 ടീസ്പൂണ് നമ്മുടെ ഉലുവയും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ കടുക് മൊത്തം റെഡിയായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം വെളുത്തുള്ളിയും അതായത് ഇഞ്ചിയാണ് ഇട്ടത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇതിട്ടത്. അതിന് ശേഷം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഒരു 3-4 ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ അച്ചാർ പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ്. ഉണ്ടായിരുന്ന മസാലപ്പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ കളറൊന്നും ചേർക്കുന്നില്ല. സാധാ പൊടീൻ്റെ കളറും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ചേർത്ത് അയക്കരുതോട് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ചും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും അതേപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ച് പൊടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മസാല രീതിയിൽ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ അച്ചാർ പൊടിനെക്കാട്ടും നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ രുചിയൊക്കെ ഉണ്ടാവും. അതിനായിട്ടാണ് നമ്മളിതിങ്ങനെ ആഡ് ചെയ്യുന്നത്. കറിവേപ്പിലയും ഉലുവയും കടുകും കൂടെയാണ് നമ്മൾ വറുത്ത് അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു വെറൈറ്റി രുചിക്കാണ് വയനാട് സ്റ്റൈലിൽ നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നേരത്തേക്ക് ഇന്ന് തണുക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ കുറച്ചുകൂടെ ഉപ്പിടുന്നുണ്ട്. നമ്മൾ അധികം ഉപ്പിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ അലുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കുറച്ചുകൂടെ കൂടുതൽ ഇടുന്നത്. അച്ചാറിട്ടൊക്കെ മാങ്ങ ഇട്ടുണ്ടെങ്കിൽ കേട് കൂടാതിരിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണയാണിത്. അപ്പോൾ നമ്മളിതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മൾ എന്തിനാ നല്ലെണ്ണ ഇങ്ങനെ ചൂടാക്കി ഒഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അച്ചാറിൻ്റെ മുകളിൽ മൊത്തത്തിൽ പൂപ്പൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ ഫുൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.